ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പും നിക്ഷേപ തട്ടിപ്പും നടത്തിയ ആളെ അറസ്റ്റ് ചെയ്തു. ദേശീയ തലത്തിൽ നിന്നുമുള്ള ബ്രേക്കിംഗ് റിപ്പോർട്ട് പറയുന്നത് 49,000 കോടി രൂപയുടെ നിക്ഷേപം നിയമവിരുദ്ധമായി ശേഖരിച്ച് നിക്ഷേപകരെ ചതിച്ച ഗുർനാം സിംഗ് എന്ന 59-കാരനെ ഉത്തർപ്രദേശ് പോലീസിന്റെ മുന്നിൽ നീക്കത്തിൽ പിടിയിലാക്കുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായ പഞ്ചാബിലെ റോപ്പർ ജില്ലയിൽ നിന്ന് പേൾസ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ തട്ടിപ്പാണിത്. ഗുർനാം സിംഗ് ഇതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നു. ഗുർനാം സിംഗിനെ ഉത്തർപ്രദേശിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം തൂക്കിയെടുത്ത് അകത്തിടുകയായിരുന്നു. ഇയാൾ വൻ നിക്ഷേപം ലണ്ടനിലേക്കും മറ്റും കടത്തിയ ശേഷം രാജ്യം വിടാൻ തയ്യാറെടുക്കുമ്പോൾ യുപിയിലെ യോഗിയുടെ ചുണക്കുട്ടികളായ പോലീസും ഉത്തർപ്രദേശിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ഓഫീസർമാരും വളഞ്ഞിട്ട് പൂട്ടുകയായിരുന്നു. ഇനി 49,000 കോടിയുടെ തട്ടിപ്പ് നടത്തി ക്രിമിനലിന് ജയിലിൽ തന്നെ കിടക്കാം. ഇന്ത്യ വിട്ടിരുന്നു എങ്കിൽ മറ്റൊരു നീരജ് മോദിയും വിജയ് മല്യയും ഒക്കെയായി ഇയാൾ രക്ഷപ്പെടുമായിരുന്നു. കേസിൽ ഒരു ജാഗ്രത കുറവും പാടില്ലെന്നും ഒരു കരുണയും വിട്ടുവീഴ്ചയും നടപടികളിൽ ഉണ്ടാകരുത് എന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ബാങ്കിംഗ് സംവിധാനത്തിനും വരെ കോടാലി വെക്കുന്ന വലിയ തട്ടിപ്പായിരുന്നു ഇയാൾ നടത്തിയത്. ഉത്തർപ്രദേശ്, അസം, പഞ്ചാബ്, രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരളം, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ 10 സംസ്ഥാനങ്ങളിലായി 5 കോടിയോളം വരുന്ന നിക്ഷേപകരെയാണ് പറ്റിച്ചത്. 5 കോടി ജനങ്ങൾക്ക് നിക്ഷേപം തിരികെ നൽകാനുണ്ട്. ആകെ പിരിച്ചെടുത്തത് മുൻപ് പറഞ്ഞതുപോലെ 49,000 കോടി രൂപയാണ്. നിക്ഷേപം നിയമവിരുദ്ധമായി ശേഖരിച്ചുകൊണ്ട് ഒരു വലിയ പോൺസി പോലുള്ള തട്ടിപ്പ് നടത്തി എന്നാണ് ആരോപിക്കുന്നത്. PCLനെതിരെ CBIയും EDയും കേസെടുത്തു. പരാതികൾക്കും സെബി അന്വേഷണത്തിനും ശേഷം കാൺപൂരിലെ EOW പോലീസ് സ്റ്റേഷനിൽ കേസ് നമ്പർ 1/18 വിവിധ IPC വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഗുർനാം സിംഗ് ഉൾപ്പെട്ട 10 പ്രതികളിൽ ഒരാളായിരുന്നു. മറ്റ് 4 പേർ ഇതിനകം ബന്ധപ്പെട്ട CBI കേസുകളിൽ ജയിലിലായിരുന്നു. ബാക്കിയുള്ള ഒളിച്ചോടിയവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. സ്ഥാപകനായ നിർമ്മൽ സിംഗ് ഭാംഗു നിയമിച്ച കമ്പനിയുടെ പ്രധാന ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു പ്രതിയായ ഗുർനാം സിംഗ് എന്ന് EOW പറയുന്നു. നിർമ്മൽ സിംഗ് ഭാംഗു പിന്നീട് മരിച്ചു. കമ്പനി രേഖകളും ഈ വസ്തുത വെളിപ്പെടുത്തുന്നുണ്ട്. EOWയിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലായി 50 ലക്ഷം നിരപരാധികളെ സംഘം കബളിപ്പിച്ചു. 1996 ഫെബ്രുവരി 13 ജയ്പൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ഗുരുവന്ത് അഗ്രോടെക് ലിമിറ്റഡ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത കമ്പനി 2011 ഒക്ടോബർ 25 PCL ലിമിറ്റഡ് എന്ന പേര് മാറ്റി. ന്യൂഡൽഹിയിലെ ബരാഖംബ റോഡിൽ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥാപിച്ചു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സെക്ഷൻ 45 പ്രകാരം നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായി നിർബന്ധിത രജിസ്ട്രേഷൻ നേടാതെ കമ്പനി അനധികൃത ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെട്ടു. ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് മഹോബ, സുൽത്താൻപൂർ, ഫാറൂഖാബാദ്, ജലൗൻ എന്നിവിടങ്ങളിൽ ഒന്നിലധികം ശാഖകൾ തുറന്നു. അവിടെ അവർ നിക്ഷേപ പദ്ധതികളെ ആക്രമണാത്മകമായി പ്രോത്സാഹിപ്പിച്ചു. ഭൂമി പ്ലോട്ടുകളും ഉയർന്ന വരുമാനവും വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ആകർഷിച്ചു. ആവർത്തന സ്ഥിര നിക്ഷേപങ്ങൾക്ക് ബോണ്ട് രസീതുകൾ നൽകി. പക്ഷെ പ്ലോട്ടുകളോ റിട്ടേണുകളോ നൽകിയില്ല എന്ന് EOW ഉദ്യോഗസ്ഥർ പറഞ്ഞു. റെക്കറിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, RDകളും FDകളും നൽകി ഭൂമി പ്ലോട്ടുകൾ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചനാപരമായ റിയൽ എസ്റ്റേറ്റ് പദ്ധതികളിലൂടെ PCL ഉത്തർപ്രദേശിൽ മാത്രം പൊതുജനങ്ങളിൽ നിന്ന് 19,000 കോടി രൂപ പിരിച്ചെടുത്തു. ബോണ്ട് രസീതുകൾ നൽകിയെങ്കിലും ഭൂമിയോ റിട്ടേണുകളോ നൽകിയില്ലെന്ന് EOW പറയുന്നു. തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നും അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുകയാണ് എന്നും ദില്ലിയിലെ കർമ്മ ന്യൂസ് സംഘം അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കർമ്മ ന്യൂസ് പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.